Today we are going to start with module 5, Physical Data Organization. What is a file? A file is a sequence of records. A file is a collection of records. In many cases, all records in a file are of the same record type. File എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം എല്ലാ റെക്കോർഡ്സും ഒരേ ടൈപ്പ് തന്നെയായിരിക്കുള്ളത്. സേ ഫോർ എക്സാമ്പിൾ ആദ്യം തന്നെ സ്റ്റുഡന്റ് ഡേറ്റാബേസ് നിങ്ങൾക്ക് പറഞ്ഞ ഓർമ്മയുണ്ടാവും. സ്റ്റുഡന്റ് ഡേറ്റാബേസ് എടുക്കുമ്പോൾ സ്റ്റുഡന്റ് എന്ന് പറഞ്ഞൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരു റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഉള്ള ഡീറ്റെയിൽസ് സ്റ്റുഡന്റിന്റെ നെയിം, റോൾ നമ്പർ, അഡ്രസ് ആണെന്ന് വെച്ചു. അപ്പൊ 10 സ്റ്റുഡൻസിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആ ഫയലിന്റെ അകത്ത് സ്റ്റോർ ചെയ്തെങ്കിൽ ആ 10 സ്റ്റുഡൻസിന്റെ നെയിമും റോൾ നമ്പറും അഡ്രസ്സും മാത്രമായിരിക്കണം. അപ്പൊ എനിക്ക് എന്ത് പറയാം, ആ ഫയലിന്റെ അകത്തുള്ള എല്ലാ റെക്കോർഡ്സും സെയിം റെക്കോർഡ് ടൈപ്പ് ആണുള്ളത്. If every record in the file has exactly the same size, the file is said to be made up of fixed length records. ഇപ്പോൾ ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ എല്ലാ റെക്കോർഡിനും സെയിം സൈസ് ആണെങ്കിൽ, സൈസ് മെഷർ ചെയ്യുന്ന ബൈറ്റ്സിലാണ്, സെയിം നമ്പർ ഓഫ് ബൈറ്റ്സ് ആണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ ആ ഫയലിനെ നമുക്ക് എന്ത് പറയാം, ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ്സ് എന്ന് പറയാം. അപ്പം ഒരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ പല റെക്കോർഡ്സും പല സൈസ് ആണുള്ളതെങ്കിൽ ആ ഫയലിനെ എന്ത് പറയാം, വേരിയബിൾ ലെങ്ത് റെക്കോർഡ്സ്. അത് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. If different records in the file have different sizes, the file is said to be made up of variable length records. Now, part of the record can be stored on one block and the rest on another. അപ്പം നമുക്ക് ഒരു റെക്കോർഡ് ഇപ്പം ഞാൻ ചെറിയൊരു റെക്കോർഡിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇപ്പം വലിയൊരു റെക്കോർഡാണെങ്കിൽ ചിലപ്പോൾ ഒരു ബ്ലോക്കിന്റെ അകത്ത് മാത്രമായിരിക്കത്തില്ല ആ റെക്കോർഡിന്റെ ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്. ചിലപ്പോൾ അടുത്ത ഒരു ബ്ലോക്കിലോട്ടും ആ റെക്കോർഡിന്റെ ബാക്കി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യേണ്ടതായിട്ട് വരും. എ പോയിന്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഫസ്റ്റ് ബ്ലോക്ക് പോയിന്റ്സ് ടു ദ ബ്ലോക്ക് കണ്ടെയ്നിങ് ദ റിമൈൻഡർ ഓഫ് ദി റെക്കോർഡ്. അങ്ങനെയുള്ള കേസിൽ ആ റെക്കോർഡ് ഇപ്പൊ ഏത് ബ്ലോക്കിലാണോ ഉള്ളത് ആ റെക്കോർഡിന്റെ ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു പോയിന്റർ ആയിരിക്കും. പോയിന്റർ എന്താണെന്ന് അറിയാമല്ലോ. പോയിന്റർ is used to point to a position. പോയിന്റർ എപ്പോഴും ഒരു അഡ്രസ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. ആ അഡ്രസ്സിലായിരിക്കും അടുത്ത ഈ റെക്കോർഡിന്റെ ബാക്കി ഇൻഫർമേഷൻ എവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഒരു റെക്കോർഡിന്റെ ഫുൾ ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരു റെക്കോർഡിന്റെ കുറച്ച് ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിൽ സ്റ്റോർ ചെയ്തിട്ട് ആ റെക്കോർഡിന്റെ ലാസ്റ്റ് ഫീൽഡ് എന്ന് പറയുന്ന ഒരു പോയിന്റർ ആയിരിക്കും. ആ പോയിന്റർ അടുത്ത ഏത് ബ്ലോക്കിലാണ് ഈ റെക്കോർഡിന്റെ ബാക്കി ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്തിരിക്കുന്നത് അത് പോയിന്റ് ചെയ്യാനുള്ള പോയിന്റർ ആയിരിക്കും ലാസ്റ്റ് ഫീൽഡ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ദിസ് ഓർഗനൈസേഷൻ ഇസ് കോൾഡ് സ്പാൻഡ് ബിക്കോസ് റെക്കോർഡ്സ് ക്യാൻ സ്പാൻ മോർ ദാൻ വൺ ബ്ലോക്ക്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷനെ നമുക്ക് എന്ത് പറയാം, സ്പാൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയാം. സ്പാൻഡ് ഓർഗനൈസേഷനിൽ അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഒരു റെക്കോർഡ് ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിൽ മാത്രമല്ല വേറൊരു ബ്ലോക്കിലും സ്പാൻ ചെയ്ത് കിടക്കുവാണ്. അപ്പൊ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ അതിനെ എന്ത് പറയും, അൺസ്പാൻഡ് എന്ന് പറയും. whenever a record is larger than a block we must use a spanned organization. അപ്പം എപ്പോഴാണ് സ്പാൻഡ് ഓർഗനൈസേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഒരു റെക്കോർഡിന്റെ ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിൽ മാത്രമല്ല ഒരു റെക്കോർഡിന്റെ ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിൽ കൂടുതൽ നിൽക്കുവാണെങ്കിൽ നമ്മൾ സ്പാൻഡ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യും. അല്ല എന്നുണ്ടെങ്കിൽ അൺസ്പാൻഡ് ഓർഗനൈസേഷൻ യൂസ് ചെയ്യും. ഇഫ് റെക്കോർഡ്സ് ആർ നോട്ട് അലൗഡ് ടു ക്രോസ് ബ്ലോക്ക് ബൗണ്ടറീസ് ദ ഓർഗനൈസേഷൻ ഇസ് കോൾഡ് അൺസ്പാൻഡ്. അതായത് ഒരു റെക്കോർഡിന്റെ ഇൻഫർമേഷൻ ഒരു ബ്ലോക്കിന്റെ അകത്ത് മാത്രം സ്റ്റോർ ചെയ്യാൻ മതിയെങ്കിൽ നമ്മൾ അടുത്ത ബ്ലോക്കിലോട്ട് പോകത്തില്ല. അങ്ങനെയുള്ള ഓർഗനൈസേഷനെ അൺസ്പാൻഡ് ഓർഗനൈസേഷൻ എന്ന് പറയും. The records of a file must be allocated to disk blocks because a block is a unit of data transfer between disk and memory. നമുക്കറിയാം നമ്മൾ മെമ്മറിയിൽ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത്, ഹാർഡ് ഡിസ്കിലാണ് പെർമനന്റ് ആയിട്ട് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത്. എന്തിനാണ് ഹാർഡ് ഡിസ്കില് ബ്ലോക്കിന്റെ അകത്ത് സ്റ്റോർ ചെയ്യുന്നത്, കാരണം ഹാർഡ് ഡിസ്കിന്റെ അകത്ത് ഒരു ബ്ലോക്കിനെയാണ് നമ്മൾ യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. എന്താണ് ഈ യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ? ഡേറ്റ ട്രാൻസ്ഫർ എവിടെ തമ്മിലാണ് നടക്കുന്നത്, ഡിസ്കിൽ നിന്നും മെമ്മറിയിലോട്ട്. അപ്പൊ ഹാർഡ് ഡിസ്കിൽ നമ്മൾ എന്ത് ഡേറ്റ സ്റ്റോർ ചെയ്യുന്നോ അത് മെമ്മറിയിലോട്ട് കൊണ്ടുവരുന്നു അല്ലയോ. അപ്പം എവിടെ നിന്നാ അത് കൊണ്ടുവരുന്നത്, ഹാർഡ് ഡിസ്കിന്റെ അകത്തുള്ള ബ്ലോക്കിൽ നിന്ന്. അപ്പൊ നമുക്ക് ബ്ലോക്കിനെ എന്തായിട്ട് കാണാം, യൂണിറ്റ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ആയിട്ട് കാണാം. അതുകൊണ്ടാണ് നമ്മൾ
ആ ഫയലിനകത്തുള്ള റെക്കോർഡ്സിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക് ബ്ലോക്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. When the block size is larger than the record size, each block will contain numerous records, although some files may have unusually large records that cannot fit in one block. ഇപ്പൊ ബ്ലോക്കിന്റെ സൈസ് റെക്കോർഡ് സൈസിനെ കാട്ടി വലുതാണെങ്കിൽ ഓരോ ബ്ലോക്കിലും കുറെ റെക്കോർഡ്സ് കാണും. അതുപോലെ തന്നെ ചില ഫയൽസ് അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ വലിയ റെക്കോർഡ്സും കാണും. അത് ഒരു ബ്ലോക്കിൽ തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാനും പറ്റത്തില്ലായിരിക്കും. സപ്പോസ് ദാറ്റ് ദ ബ്ലോക്ക് സൈസ് ഇസ് B bytes. അപ്പൊ ബ്ലോക്കിന്റെ സൈസ് നമ്മൾ B bytes ആണെങ്കിൽ ഫോർ എ ഫയൽ ഓഫ് ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ്സ് ഓഫ് സൈസ് R bytes. അപ്പൊ നമ്മളൊരു ഫയൽ എടുത്തു കഴിഞ്ഞാൽ ആ ഫയലിന്റെ അകത്ത് ഫിക്സ്ഡ് ലെങ്ത് റെക്കോർഡ്സ്, അതായത് എല്ലാ റെക്കോർഡിനും സെയിം സൈസ് ആണെന്നുണ്ടെങ്കിൽ ആ സൈസിനെ നമ്മൾ R bytes ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഹിയർ യു ക്യാൻ സി. അപ്പൊ ബ്ലോക്ക് സൈസ് B bytes ആണെങ്കിൽ ഫയലിന്റെ അകത്തുള്ള റെക്കോർഡിന്റെ സൈസ് R bytes ആണെന്നുണ്ടെങ്കിൽ വിത്ത് B greater than or equal to R, കണ്ടീഷൻ എന്താണ്? ബ്ലോക്ക് സൈസ് റെക്കോർഡ് സൈസിനെ കാട്ടി ഗ്രേറ്ററോ അതോ ഈക്വലോ ആവണമെങ്കിൽ വി ക്യാൻ ഫിറ്റ് BFR is equal to B by R records per block. The value BFR is called the blocking factor for the file. Now, what do you mean by blocking factor for a file? Blocking factor for a file is denoted by BFR. BFR refers to blocking factor for the file. BFR നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? B by R. അതായത് blocking factor of a file is equal to block size divided by record size. അപ്പം BFR എന്ത് കിട്ടും? നമുക്ക് എത്ര റെക്കോർഡ്സ് പെർ ബ്ലോക്ക് നമുക്ക് സ്റ്റോർ ചെയ്യാം എന്നുള്ള വാല്യൂ ആണ് ഈ B by R കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് BFR കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് എത്ര റെക്കോർഡ്സ് ഓരോ ബ്ലോക്കിലും സ്റ്റോർ ചെയ്യാമെന്നാണ് കിട്ടുന്നത്. Next is index structures. Indexing is a data structure technique to efficiently retrieve records from the database files based on some attributes on which the indexing has been done. എന്താണ് ഇൻഡെക്സിംഗ്? ഇൻഡെക്സിംഗ് എന്ന് പറയുന്ന ഒരു ഡേറ്റ സ്ട്രക്ചർ ടെക്നിക്കാണ്. ഡേറ്റ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അറിയാം, ഡേറ്റ എങ്ങനെ സ്റ്റോർ ചെയ്യണമെന്ന് സ്റ്റോർ ചെയ്യുന്നതിന് സ്ട്രക്ചറിനെയാണ് ഡേറ്റ സ്ട്രക്ചർ എന്ന്. അപ്പൊ ഇൻഡെക്സിംഗ് ഒരു ഡേറ്റ സ്ട്രക്ചർ ടെക്നിക്കാണ്. എന്തിനാണ് ഇൻഡെക്സിംഗ് യൂസ് ചെയ്യുന്നത്? നമുക്ക് എഫിഷ്യന്റ് ആയിട്ട് ഒരു ഡേറ്റാബേസ് ഫയലിൽ നിന്ന് റെക്കോർഡ്സ് റിട്രീവ് ചെയ്യാനാണ് ഇൻഡെക്സിംഗ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇൻഡെക്സിംഗ് എപ്പോഴും നമ്മൾ ചെയ്യുന്നത് റെക്കോർഡ്സിന്റെ അകത്തുള്ള ആട്രിബ്യൂട്ട്സിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ഇൻഡെക്സിംഗ് ചെയ്യുന്നത്. ആട്രിബ്യൂട്ട് ഒക്കെ എന്താണെന്നറിയാമല്ലോ. നമ്മളൊരു സ്റ്റുഡന്റ് ഡേറ്റാബേസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പം സ്റ്റുഡന്റിന്റെ അകത്ത് നെയിം, റോൾ നമ്പർ, അഡ്രസ്, ഈ മൂന്നെണ്ണത്തിന് നമുക്ക് ആ സ്റ്റുഡന്റ് ഡേറ്റാബേസിന്റെ അകത്തുള്ള ആട്രിബ്യൂട്ട് ആയിട്ട് പറയാം. അപ്പൊ നിങ്ങൾക്കറിയാം, ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇൻഡെക്സ് ഉണ്ട്. ആ ഇൻഡെക്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്? ഓരോ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിരിക്കും ഇൻഡെക്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. പിന്നെ പേജ് നമ്പറും കാണും. ഇൻഡെക്സ് എന്തിനാ? പെട്ടെന്ന് ഒരു ബുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ഇൻഡെക്സ്. സിമിലർലി ഇൻഡെക്സ് ഇവിടെ അതിനു വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. An index on a database table provides a convenient mechanism for locating a row, that is a data record, without scanning the entire table, and thus greatly reduces the time it takes to process a query. അപ്പം ഇൻഡെക്സ് എന്തിനാ യൂസ് ചെയ്യുന്നത്? നമ്മൾ ഡേറ്റാബേസിൽ നമുക്ക് പെട്ടെന്നൊരു റോയിനെ സെലക്ട് ചെയ്യണം. ടേബിളിനകത്ത് കുറെ റോസ് കാണും, അതായത് കുറെ റെക്കോർഡ്സ് കാണും. അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒരു റെക്കോർഡിനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇൻഡെക്സ് യൂസ് ചെയ്യുന്നത്. എന്തിനാ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്ക്? അപ്പം ആക്സസിങ് ടൈം കുറയും. The index is usually specified on one field of the file. ഇൻഡെക്സ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഫയലിന്റെ അകത്ത് ഏതെങ്കിലും ഒരു ഫീൽഡ് വെച്ചിട്ടായിരിക്കും. One form of an index is a file of entries, field value, pointer to record, which is ordered by field value. അപ്പൊ ഇൻഡെക്സിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫയലിന് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ആദ്യം ഫീൽഡ് വാല്യൂ എഴുതും, പിന്നെ പോയിന്റർ ടു റെക്കോർഡ് കാണും. അപ്പൊ ഫീൽഡ് വാല്യൂ എന്തായിരിക്കും? സേ ഫോർ എക്സാമ്പിൾ സ്റ്റുഡന്റ് ആണെങ്കിൽ എനിക്ക് ഒരു റോൾ നമ്പർ എപ്പോഴും യൂണീക്ക് ആയിരിക്കും അല്ലേ? അപ്പോൾ റോൾ നമ്പർ എടുത്തു കഴിഞ്ഞാൽ ആ റോൾ നമ്പറിലുള്ള ആളുടെ ഡീറ്റെയിൽസ് പെട്ടെന്ന് ഫെച്ച് ചെയ്യാമല്ലോ. അപ്പൊ ഫീൽഡ് വാല്യൂ ഞാൻ സെറ്റ് ചെയ്യുന്നത് എന്തായിരിക്കും? ഇവിടെ ഇൻഡെക്സിൽ റോൾ നമ്പർ, പിന്നെ കോമ പോയിന്റർ. പോയിന്റർ എന്ന് പറഞ്ഞാൽ അഡ്രസ്. ആ ഫയലിനകത്ത് എവിടാണ് ആ റോൾ നമ്പറിന്റെ ആളുടെ ഡീറ്റെയിൽസ് കിടക്കുന്നതെന്നുള്ള അഡ്രസ്. അങ്ങനെ ആയിരിക്കും ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. The index file usually occupies considerably less disk blocks than the data file because its entries are much smaller. അപ്പം ഇൻഡെക്സ് ഫയലും ഡേറ്റ ഫയലും നോക്കിക്കഴിഞ്ഞാൽ ഇൻഡെക്സ് ഫയലിന്റെ സൈസ് കുറവായിരിക്കും. കാരണം ഡേറ്റ ഫയലിനകത്ത് എല്ലാ ഡേറ്റയും ഉണ്ട്. ഇൻഡെക്സ് ഫയലിനകത്ത് ജസ്റ്റ് ഇൻഡെക്സിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫീൽഡ് വാല്യൂ അഡ്രസ്സും മാത്രമേ കാണത്തുള്ളൂ. Indexes can be characterized as dense or sparse. രണ്ട് ടൈപ്പ് ഓഫ് ഇൻഡെക്സ് ഉണ്ട്, ഡെൻസും സ്പാർസും ഉണ്ട്. എന്താന്ന് നോക്കാം. എ ഡെൻസ് ഇൻഡെക്സ് ഹാസ് എൻ ഇൻഡെക്സ് എൻട്രി ഫോർ എവറി സെർച്ച് കീ വാല്യൂ ആൻഡ് ഹെൻസ് എവറി റെക്കോർഡ് ഇൻ ദ ഡേറ്റ ഫയൽ. ഒരു ഡെൻസ് ഇൻഡെക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെൻസ് ഇൻഡെക്സിന്റെ അകത്ത് ഒരു ഫയലിനകത്തുള്ള എല്ലാ റെക്കോർഡ്സിനെയും കുറിച്ചുള്ള ഫീൽഡ് വാല്യൂ ആണ്. അതായത് 10 സ്റ്റുഡൻസിന്റെയും 10 റോൾ നമ്പേഴ്സും ഡെൻസ് ഇൻഡെക്സിൽ കാണും. A sparse index or non-dense index on the other hand has index entries for only some of the search values. പക്ഷെ സ്പാർസോ അല്ലെങ്കിൽ നോൺ ഡെൻസ് ഇൻഡെക്സിൽ എന്തേ കാണത്തുള്ളൂ? ആ ഫയലിനകത്തുള്ള എല്ലാ റെക്കോർഡ്സിന്റെയും ഫീൽഡ് വാല്യൂ കാണത്തില്ല, ചില ഇതിന്റെ മാത്രമേ കാണത്തുള്ളൂ. ഡെൻസിന്റെ അകത്ത് എല്ലാം കാണും, സ്പാർസിന്റെ അകത്ത് എല്ലാ ഫീൽഡ് വാല്യൂയും കാണത്തില്ല. സോ ദാറ്റ് ഈസ് എ ഡിഫറൻസ്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? Stores and organizes data into computer files. ഇൻഡെക്സ് കാരണം നമുക്ക് പ്രോപ്പർ ആയിട്ട് സ്റ്റോർ ചെയ്യാനും ഡേറ്റനെ ഓർഗനൈസ് ചെയ്യാനും പറ്റും. മേക്സ് ഇറ്റ് ഈസിയർ ടു ഫൈൻഡ് ആൻഡ് ആക്സസ് ഡേറ്റ അറ്റ് എനി ഗിവൺ ടൈം. പെട്ടെന്ന് നമുക്ക് ഡേറ്റ ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് ഈസ് എ ഡേറ്റ സ്ട്രക്ചർ ദാറ്റ് ഈസ് ആഡഡ് ടു എ ഫയൽ ടു പ്രൊവൈഡ് ഫാസ്റ്റർ ആക്സസ് ടു ദ ഡേറ്റ. റാൻഡം ആയിട്ട് ആക്സസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇറ്റ് റെഡ്യൂസസ് എ നമ്പർ ഓഫ് ബ്ലോക്സ് ദാറ്റ് ദ DBMS ഹാസ് ടു ചെക്ക്. നമ്പർ ഓഫ് ബ്ലോക്സ്, എത്ര ബ്ലോക്സ് ചെക്ക് ചെയ്യുന്നതിന്റെ എണ്ണം കുറയ്ക്കും. ഏത് ബ്ലോക്കിലാണ് ഏത് റെക്കോർഡ് ഇരിക്കുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കുന്നതിന്റെ ആ സെർച്ച് കുറയും. ഡിസഡ്വാൻറ്റേജസ്: ഇൻഡെക്സ് നീഡ്സ് ടു ബി അപ്ഡേറ്റഡ് പീരിയോഡിക്കലി ഫോർ ഇൻസേർഷൻ ഓർ ഡിലീഷൻ ഓഫ് റെക്കോർഡ്സ് ഇൻ ദ മെയിൻ ടേബിൾ. ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇൻഡെക്സ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം. കാരണം റെക്കോർഡ്സ് ഡേറ്റാബേസിന്റെ അകത്ത് ഇൻസേർട്ടും ഡിലീറ്റും ആവാം. അപ്പൊ അതിനനുസരിച്ച് ഇൻഡെക്സ് എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കണം.